ഡൽഹിയിലെ സ്ഫോടനം ചാവേർ ആക്രമണമെന്ന് സ്ഥിരീകരണം. ജയ്ഷെ ഭീകരനാണ് ഇതിന് പിന്നിലെന്നും ഡൽഹി പോലീസ് സ്ഥിരീകരിച്ചു. ഫരീദാബാദിൽ വിവിധയിടങ്ങളിൽ പോലീസ് പരിശോധന തുടരുകയാണ്. ഇതിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നിർണായക യോഗം ആരംഭിച്ചു. കാർ ഓടിച്ച ഭീകരൻ ഉമർ ഫരീദാബാദിലെ AL ഫലാഹ് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്ന വ്യക്തി എന്നാണ് വിവരം. സ്ഫോടനത്തിൽ തകർന്ന കാറിലുണ്ടായിരുന്ന മൃതദേഹം ഉമറിന്റേതാണെന്നാണ് നിഗമനം. ഇത് സ്ഥിരീകരിക്കാൻ DNA പരിശോധന നടത്തും. ഉമറിന്റെ ഉമ്മയും സഹോദരങ്ങളും കസ്റ്റഡിയിൽ. രാജ്യ തലസ്ഥാനത്തെ ഏറ്റവും തിരക്കേറിയ മേഖലകളിലൊന്നായ ചാന്ദിനി ചൌക്കായിരുന്നു ലക്ഷ്യമിട്ടത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കൂടുതൽ വിശദാംശങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഡൽഹിയിലെ സ്ഫോടനം നടന്ന് മണിക്കൂറുകൾ കഴിയുമ്പോൾ അത് ചാവേർ ആക്രമണം എന്നുള്ള സ്ഥിരീകരണം വരികയാണ്. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇപ്പോൾ നന്ദഗോപനിലേക്ക് പോവുകയാണ്. നന്ദൻ, പറയൂ. രോഹിണി, ഏറ്റവും ഒടുവിലായി ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ജെയ്ഷെ മുഹമ്മദ് ഭീകരർ തന്നെയാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ഫോടന പരമ്പരകൾ രാജ്യത്തുടനീളം നടത്തുവാൻ വേണ്ടിയുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഈ ഭീകരർക്ക് ഉണ്ടായിരുന്നത്. നമ്മുടെ സുരക്ഷാ ഏജൻസികൾ, ഒപ്പം തന്നെ നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ സമയത്തിനൊത്തൊരു പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ ആ നീക്കങ്ങൾ പൊളിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം ഇന്നലെ ഈ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനം, ആ സ്ഫോടനം ഈ ഫരീദാബാദ് മൊഡ്യൂളിന്റെ തന്നെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് പ്രധാനമായും വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ അവിടെ അറസ്റ്റിലായ ഡോക്ടർ മുഹസിൻ അഹമ്മദ്, ഇയാള് ഫരീദാബാദിലെ അൽ ഫലാഹ് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്നു എന്നുള്ളതാണ്. അവിടെ തന്നെ ജോലി ചെയ്തിരുന്ന ആളാണ് ഉമർ എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ഒരു വിലയിരുത്തൽ ഉണ്ടായിട്ടുള്ളത്. ഇതിനുശേഷം ഇവർ തമ്മിൽ പരിചയപ്പെടുകയും ഈ ഭീകര സംഘടനയുടെ ഭാഗമാകുകയും ചെയ്യുന്നു. അങ്ങനെ ഇവർ കൃത്യമായി തന്നെ ഒരു ഓപ്പറേഷന് പദ്ധതിയിടുകയാണ്. ആ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ അത് പാകിസ്ഥാനിലെ ഇത്തരം ഭീകര സംഘടനാ നേതാക്കളുമായി ചേർന്ന് അവരുടെ സഹായത്തോടു കൂടിയാണ് രാജ്യത്തുടനീളം ഇത്തരം സ്ഫോടന പരമ്പരകൾ നടത്തുവാൻ വേണ്ടിയുള്ള ഒരു നീക്കത്തിലേക്ക് ഇവർ എത്തിയത്. ഇന്നലെ അറസ്റ്റിലായ ഈ ഡോക്ടർ മുഹസിൻ അറസ്റ്റിലായതിന് പിന്നാലെ ഈ ഡോക്ടർ ഉമർ ഫരീദാബാദിൽ നിന്നും ഡൽഹി ലക്ഷ്യമാക്കി നീങ്ങിയായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ അന്വേഷണ സംഘം വിലയിരുത്തപ്പെടുന്നത്. ഇന്നലെ രാവിലെ തന്നെ ഈ ഭാഗങ്ങളിലേക്ക് വാഹനം ഓടിച്ച് ഈ കശ്മീരി ഗേറ്റ് അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഈ ഭീകരൻ എത്തി എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്നും അടക്കം വ്യക്തമാകുന്നത്. ഈ വാഹനം ഡൽഹിയുടെ പല ഭാഗങ്ങളിലായി ഇന്നലെ സഞ്ചരിച്ചിരുന്നു. അതിനുശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം ഈ റെഡ് ഫോർട്ടിന്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് വരുന്നതും അവിടെ നിന്നും വാഹനമെടുത്ത് ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഈ സ്ഫോടനം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ തിരിച്ചടി നൽകുമെന്നുള്ളതാണ് ഇതിനോടകം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അതേപോലെ തന്നെ പ്രതിരോധ മന്ത്രിയും അടക്കമൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അവലോകന യോഗം ഇപ്പോൾ കൃഷ്ണമേനോൻ മാർഗിലെ ആഭ്യന്തരമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടക്കുകയാണ്. വിവിധ അർദ്ധസൈനിക വിഭാഗങ്ങളുടെ മേധാവിമാർ, അതായത് CRPF, CISF, ITBP, ആസാം റൈഫിൾസ് അടക്കമുള്ള വിവിധ അർദ്ധസൈനിക വിഭാഗങ്ങളുടെ മേധാവിമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജമ്മുകശ്മീർ പോലീസ് മേധാവി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഹരിയാന പോലീസിന്റെ മേധാവി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ വിവിധ സേനാ വിഭാഗങ്ങളുടെ മേധാവിമാരും ഒപ്പം തന്നെ ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടറും അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമായും എന്താണ് ഈ ഭീകരാക്രമണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഒരുപക്ഷെ ഈ യോഗത്തിന് ശേഷം രാഷ്ട്രം നടത്തുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. ഇതൊരു ഭീകരാക്രമണമാണ്, ഒരു ചാവേറാക്രമണമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജെയ്ഷെ മുഹമ്മദിന്റെ പങ്ക് ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അത് സ്ഥിരീകരിക്കാൻ കഴിയുന്ന തെളിവുകൾ, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ പങ്ക് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിലേക്ക് നൽകാൻ കഴിയുന്ന രീതിയിലുള്ള തെളിവുകളാണ് ഇപ്പോൾ ഭാരതം സംഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഫോറൻസിക് വിദഗ്ധർ ഈ സ്ഥലത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ അർദ്ധസൈനിക വിഭാഗങ്ങളിൽ നിന്നുമുള്ള ഫോറൻസിക് ടീമും അതേപോലെ തന്നെ ഡോഗ് സ്ക്വാഡ് അടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. അങ്ങനെ കൃത്യമായ രീതിയിലുള്ളൊരു അന്വേഷണം, ആ അന്വേഷണം ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിലേക്ക് കൂടി സമർപ്പിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം സംബന്ധിച്ച് നമ്മൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഈ പാകിസ്ഥാന്റെ പങ്ക് തെളിവുകളോടുകൂടി നൽകിയതാണ്. ലോകരാഷ്ട്രങ്ങളാകെ അതിന് പിന്നാലെ ഭാരതത്തെ പിന്തുണച്ചതുമാണ്. ഇത്തരത്തിൽ 8 പേരുടെ മരണത്തിനിടയാക്കിയ ഈ ചെങ്കോട്ട ഭീകരാക്രമണം, അതും സ്വാഭാവികമായും ഭാരതത്തിന് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാന്റെ തെളിവ്, അല്ലെങ്കിൽ ഭാരതത്തെ നിരന്തരം ഇത്തരത്തിൽ ചാവേറാക്രമണം, ഭാരതത്തിന്റെ അഖണ്ഡതയെ തകർക്കുവാൻ വേണ്ടി രാജ്യത്തേക്ക് കടന്നു കയറിക്കൊണ്ട് നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾ, അത് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും, പാകിസ്ഥാൻ വളവും വെള്ളവും നൽകി വേരൂട്ടി വളർത്തുന്ന ഭീകര സംഘടനകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അത് കൃത്യമായി ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഭാരതത്തിന് ബോധ്യപ്പെടുത്തേണ്ടതിന് അനിവാര്യതയാണ്.